എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം ഇന്ന് ആരംഭിക്കുന്നു. ഈ സ്കന്ധത്തിലെ മോക്ഷം എന്ന ഭാഗവത ലക്ഷണത്തെ നിരൂപണം ചെയ്യാണ്. ഒന്നാമത്തെ അധ്യായത്തിലെ മോക്ഷസാധനമായ വൈരാഗ്യത്തെ പ്രതിപാദിക്കണം. വീര്യശൗര്യാദി ഗുണങ്ങള് എല്ലാം തികഞ്ഞ സൽഗുണ പൂർണമായ ആ യാദവവംശം ഭഗവാന്റെ ഇച്ഛ കൊണ്ട് നശിച്ചുപോയി. അപ്പൊ പിന്നെ തുച്ഛമായ നമ്മുടെ എല്ലാം ദേഹഗേഹാദികള് ശാശ്വതമാണ് എന്ന് കരുതി അതിലൊക്കെ ആസക്തി വെക്കുന്നതില് എന്താ അർത്ഥം അല്ലെ? എല്ലാം നശിക്കുന്നതാണ്. ലൗകികമായ ഒന്നിൽ നിന്നും യഥാർത്ഥ സുഖം ലഭിക്കുന്നില്ല. ഈ ബോധമുണ്ടായാൽ വൈരാഗ്യവും സിദ്ധിക്കും. ഭഗവാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യദുവംശം എങ്ങനെ നശിച്ചു എന്ന് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചതിന് മറുപടി പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി. സാമ്പൻ, പ്രദ്യുമ്നൻ തുടങ്ങിയ ഭഗവാന്റെ പുത്രന്മാര് മഹർഷിമാരൊന്നിച്ച് പിണ്ടാരകം എന്നു പേരായ തീർത്ഥത്തില് സ്നാനത്തിന് പോയി. സ്നാനദാനാദികളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു നേരം പോക്ക് തോന്നി. വിനാശകാലത്തിലെ വിപരീത ബുദ്ധി അല്ലെ? ജാമ്പവതി പുത്രനായ സാമ്പവനെ ഗർഭിണിയായ സ്ത്രീയെ പോലെ വേഷം കെട്ടിച്ച് ദിവ്യജ്ഞന്മാരായ മഹർഷിമാരോട് അവര് ചോദിക്കുകയാണ്, ത്രികാലജ്ഞന്മാരായ ഋഷീശ്വരന്മാരെ, ഈ സ്ത്രീ പ്രസവിച്ചാൽ എന്താ ഉണ്ടാവാൻ പോണത്? പറഞ്ഞു തരണേ. വളരെ വിനയം നടിച്ച് ചോദിച്ചു. ഭഗവാന്റെ ഇച്ഛ അറിയാവുന്ന അവര് ഇരുമ്പുലക്കെയാണ് പ്രസവിക്കുക, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വംശം മുഴുവനും നശിക്കും എന്ന് ശപിക്കുകയും ചെയ്തു. ശാപമോക്ഷം കൊടുക്കരുത് എന്ന ഭഗവാന്റെ ഇച്ഛ അറിയുന്ന മഹർഷിമാര് ഉടനെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് ഗർഭിണിയുടെ പോലെ വേഷം കെട്ടിച്ച ഇതൊക്കെ അഴിച്ചു നോക്കിയപ്പോ ഒരു ഇരുമ്പുലക്ക. ഭയന്നുപോയി അവര്. വിഷണ്ണന്മാരായ ഭഗവത് പുത്രന്മാര് ഉഗ്രസേന ചക്രവർത്തിയെ വിവരം ധരിപ്പിച്ചു. ഭഗവാനോട് പറഞ്ഞില്ല. അദ്ദേഹവും ഉഗ്രസേന മഹാരാജാവും കൂടി ഭഗവാനോട് ഒന്നും പറഞ്ഞില്ല. തോന്നിയില്ലേ ഭഗവാനോട് പറയാൻ? അങ്ങനെ ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് ഇരുമ്പുലക്ക രാവി പൊടിച്ച് സമുദ്രത്തിൽ കലക്കി ശേഷിച്ച ഒരു കഷ്ണം സമുദ്രത്തിലേക്കാണ്ട് വലിച്ചെറിയുകയും ചെയ്തു. ഭഗവാന്റെ ഇച്ഛയുടെ പോക്ക് അത്ഭുതം തന്നെ. ആ ഇരുമ്പിന്റെ പൊടിയെല്ലാം ഏരകപ്പുല്ലുകളായിട്ട് സമുദ്രക്കരയിൽ അങ്ങോട്ട് മുളച്ചു പൊങ്ങി. വെള്ളത്തിൽ എറിഞ്ഞതായിട്ടുള്ള ആ കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി. മത്സ്യം ഒരു മുക്കുവന്റെ വലയിൽ പെടുകയും ചെയ്തു. ആ മുക്കുവൻ മത്സ്യത്തെ കയറിയപ്പോ ഒരു ഇരുമ്പ് കഷ്ണം കെട്ടി അത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ജര എന്നു പേരായ ഒരു കാട്ടാളനാണ് അത് കിട്ടിയത്. മൃഗങ്ങളെ പിടിക്കാൻ അതുകൊണ്ട് നല്ല ശരണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ നല്ല മൂർച്ചയുള്ള ഒരു അസ്ത്രം ഉണ്ടാക്കി. ഇതെല്ലാം ആ അസ്ത്രം കൊണ്ടാണല്ലോ ഭഗവാന്റെ പാദത്തിലേക്ക് ആ ജര അമ്പ് എയ്തത്. ഇതെല്ലാം ആ കാലസ്വരൂപിയായ ഭഗവാൻ മനസ്സിലാക്കി സന്തോഷിച്ചു. അഥ ശ്രീമദ് ഭാഗവത ഏകാദശ സ്കന്ധ പ്രഥമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീതാ അച്യുത മാരുദേശ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ബാദരായണിരുവാച. കൃത്വാ ദൈത്യവധം കൃഷ്ണ സ രാമോ യദുഭിർവൃത ഭുവോവതാരയൽ ഭാരം ജവിഷ്ഠം ജനയൻ കലിം. ബാദരായണി പറയുന്നു. അപ്പൊ 10ാമത്തെ സ്കന്ധത്തില് വിവരിച്ച സംഗതികളൊക്കെ തന്നെ ഇവിടെ ഒരു പ്രാവശ്യം കൂടി ഇതാ ആവർത്തിച്ചു പറയാണ്. ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടി അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കാര്യമെല്ലാം മിക്കതും നിർവഹിച്ചു. എങ്ങനെയൊക്കെയാണ് അത് സാധിച്ചതെന്ന് ദശമസ്കന്ധത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ ഇവിടെ ചുരുക്കി പറയണം. സ്വേച്ഛയാ മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഈശ്വരത്വത്തിന് യാതൊരു ഹാനിയുമില്ല. എങ്കിലും മനുഷ്യർക്ക് അനുസരിച്ച രീതിയിൽ തന്നെയാണ് ഭഗവാൻ കാര്യങ്ങളൊക്കെ നടത്തിയത്. സംഹരിക്കേണ്ടവരായ ആളുകളിൽ ചിലരെ ജ്യേഷ്ഠനായ ബലരാമനെ കൊണ്ടും മറ്റു ചിലരെ യാദവന്മാരെ കൊണ്ടും സംഹരിപ്പിച്ചു. ഒരു മനുഷ്യനായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില ബന്ധുക്കളും സ്നേഹിതന്മാരും സഹായികളും ഒക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ സമാന ഗുണശീലാദികളില്ലാത്തവർക്ക് തമ്മില് ഉറ്റ ബന്ധുത്വം ഉണ്ടാവില്ല. അതിനുവേണ്ടി ഭഗവാൻ അവതാര കാര്യങ്ങളിൽ തന്നെ സഹായിക്കാൻ ദേവന്മാരോട് ഭൂമിയിൽ അവതരിക്കണം എന്ന് കൽപ്പിച്ചു. അതനുസരിച്ച് അവതരിച്ച ദേവന്മാരാണ് യാദവന്മാര്. അവരെല്ലാവരെയും തന്നോടുകൂടി ചേർത്ത് തൽക്കാലോചിതങ്ങളായ കാര്യങ്ങൾ കൊണ്ട് കാര്യമൊക്കെ നടത്തി. ഇത് തന്നെ മനുഷ്യനാട്യം. ഏകോപിതാസു ബഹു പാണ്ഡുസുതാ സപത്നൈ ദ്യൂർദ്യൂതഹേളന ഗജഗ്രഹണാദിവിസ്താൻ കൃത്വാ നിമിത്തമിതരേതരത സമേതാൻ ഹത്വാ നൃപാൻ നിരഹരൽ ക്ഷിതിഭാരമീശ. വേറെ ചിലരെയൊക്കെ സംഹരിക്കാൻ മറ്റൊരു വഴിയുണ്ടാക്കി ഭഗവാൻ. അന്നുണ്ടായിരുന്ന രാജാക്കന്മാരിൽ ചിലര് ദുഷ്ടന്മാരും മറ്റു ചിലര് വളരെ നല്ലവരുമായിരുന്നു. അവർക്ക് തമ്മില് കലഹമുണ്ടായി. ഇവരിൽ പ്രധാനികള് പാണ്ഡവന്മാരും കൗരവന്മാരും ആണ്. ഇവര് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണെങ്കിലും ഗുണവൈഷമ്യ നിമിത്തം ശത്രുക്കളായിട്ട് ഭവിച്ചു. പാണ്ഡവന്മാര് ആന്തരത്തിലും ബാഹ്യത്തിലും ഭഗവാന്റെ ബന്ധുക്കളാണ്. ശ്രീകൃഷ്ണന്റെ അച്ഛനായ വസുദേവരുടെ സഹോദരിയായ കുന്തിദേവിയുടെ മക്കളും യഥാർത്ഥത്തിൽ ഭഗവത് ഭക്തന്മാരുമായ പാണ്ഡവന്മാരെ ദുഷ്ടന്മാരും 100 പേര് എന്ന് പ്രസിദ്ധരുമായ കൗരവന്മാര് ഒരു കാരണം കൂടാതെ വളരെ ദ്രോഹിച്ചു. സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നത് ദുർജന സ്വഭാവമാണല്ലോ. ഗുണവാന്മാരായിട്ടുള്ള ധർമ്മപുത്രാദികളെ കള്ളച്ചൂത് കളിച്ച് തോൽപ്പിച്ചു. അവരുടെ രാജ്യാവകാശം അപഹരിച്ചു. പലരും നിറഞ്ഞ സഭയിൽ വെച്ച് ഭക്തിശാലിനിയും പതിവ്രതയുമായ പാഞ്ചാലിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ച് അപമാനിച്ചു. ഇങ്ങനെ ഓരോരോ അവസരത്തിൽ ഓരോ വിധമായിട്ട് ഉപദ്രവിച്ചു. ഈ വക ദുഷ്പ്രവൃത്തികൾ നടത്തുന്ന ദുര്യോധനാദികളെയും അവരുടെ സഹായികളെയും സംഹരിക്കാൻ നിശ്ചയിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡുപുത്രന്മാരെ സഹായിച്ചു. ധർമ്മിഷ്ഠന്മാർക്ക് കുറച്ചൊക്കെ സങ്കടവും തോൽവിയോ ഭവിച്ചാലും അവസാനം അവര് സുഖം അനുഭവിക്കുകയും ജയിക്കുകയും ചെയ്യും. അധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തൽക്കാല ജയവും സുഖവും ഐശ്വര്യവും ഉണ്ടായാലും അവസാനം അവര് തോൽക്കും, വളരെ വളരെ സങ്കടം അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള പരമാർത്ഥം വെളിപ്പെടുത്തി ഭഗവാൻ. ഇങ്ങനെ 2 കക്ഷികളെ കാരണമാക്കി അന്നുണ്ടായിരുന്ന ദുഷ്ടരാജാക്കന്മാരെ മുഴുവനും സംഹരിച്ച് ഭൂമിഭാരം ഭഗവാൻ തീർത്തു. ഭൂഭാരരാജഭൃതനായ ദുഭിർനിരസ്യ ഗുപ്തേ സ്വബാഹുപി അചിന്തയദപ്രമേയ മന്യേവനിർനനു ഗതോപ്യഗതോ ഹി ഭാരോ യത് യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ. ഭൂഭാരം തീർക്കുന്നതില് ഭഗവാനെ സഹായിച്ച യദുക്കള് തന്നെ മാനുഷിക സ്വഭാവത്തിന് സുലഭമായ അഹങ്കാരാദികൾ നിമിത്തം ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഭഗവാൻ വിചാരിക്കുകയാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ടു വരുന്ന യദുക്കളുടെ ബലവീര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഭൂമിക്ക് ഭാരമായിരുന്ന രാജാക്കന്മാരെയും സൈന്യങ്ങളെയും സംഹരിക്കാൻ ശ്രമിച്ച ഇവര് തന്നെ ഇപ്പോ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നാനിടയുണ്ട്.
എങ്കിലും വാസ്തവത്തിൽ ഭൂമിക്കുള്ള കനം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാലും സഹിക്കാൻ കഴിയാത്ത ബലവീര്യങ്ങളുള്ള യാദവന്മാരുടെ വംശം വർദ്ധിച്ചിരിക്കുമ്പോൾ ഇനിയും അധർമ്മം വർദ്ധിക്കാൻ അവകാശമുണ്ട്. യദുക്കള് ദേവാംശ സംഭൂതന്മാർ തന്നെയാണെങ്കിലും ഗുണാതീതന്മാരല്ലാത്ത അവരെയും മനുഷ്യ സ്വഭാവം ബാധിക്കും. അതുകൊണ്ട് അതിപ്രാബല്യ നിമിത്തം അവര് അഹങ്കരിക്കും. തന്നിമിത്തം ഭൂമിക്ക് ഭാരമായിട്ട് വരും. മാത്രമല്ല, ഇപ്പൊ അവതാര കാര്യസാധ്യമൊക്കെ കഴിഞ്ഞു സഹായിക്കാൻ വന്ന ദേവന്മാരെ ഇനി അവരുടെ സ്ഥാനത്തേക്ക് പറഞ്ഞയക്കുകയും വേണം. അതുകൊണ്ട് അവരെയും ഭൂമിയിൽ നിന്ന് അകറ്റണം എന്നാണ് ഭഗവാൻ വിചാരിച്ചത്. നൈവാന്യത പരിഭവോസ്യ ഭവേൽ കഥഞ്ചിൽ മത്സംശ്രയസ്യ വിഭവോ നഗനസ്യ നിത്യം അന്തക്കലിം യദുകുലസ്യ വിധായ വേണുസ്തംഭസ്യ വന്യമിവ ശാന്തിമുപേമിധാമ. എന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്ക് അന്യരിൽ നിന്ന് നാശം ഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവർക്ക് തമ്മിൽ കലഹം സംഭവിച്ചാൽ അന്യോന്യം യുദ്ധം ചെയ്ത് നശിച്ചുകൊള്ളും. മുളങ്കാട്ടിൽ നിന്നുണ്ടാവുന്ന അഗ്നി ആ വനത്തെ തന്നെ മുഴുവനും നശിപ്പിച്ച ശേഷം താനേ കെടുന്നത് പോലെ ഇവരെ അന്യോന്യം നശിപ്പിച്ച ശേഷം ഞാനും എന്റെ പരമസ്ഥാനത്തെ പ്രാപിക്കും. ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപ്പൈശ്വര ശാപവ്യാജേന വിപ്രാണാം സംജഹ്രേ സുകുലം വിഭു എന്നിങ്ങനെ നിശ്ചയിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ, അല്ലയോ രാജാവേ, ബ്രാഹ്മണ ശാപം എന്ന ഒരു വ്യാജം കൊണ്ട് തന്റെ വംശത്തെയും നശിപ്പിച്ചു. സങ്കല്പിച്ച ഉടനെ കാര്യങ്ങൾ അതേപ്രകാരം വരുത്താൻ സമർത്ഥനാണ് ഭഗവാൻ. തന്റേതെന്നും അന്യന്റേതെന്നുമുള്ള ഭേദഭാവേനയൊന്നും ഭഗവാനില്ലല്ലോ. അതുകൊണ്ട് ദുരഹങ്കാരികളായി ഭവിച്ചിരിക്കുന്നു യാദവന്മാർ എന്ന് കണ്ടപ്പോ ഭഗവാൻ അവരെയും സംഹരിച്ചതില് ആശ്ചര്യപ്പെടാനില്ല. സർവാന്തര്യാമിയാകയാൽ അതിനൊക്കെ മാർഗം ഉണ്ടാക്കുകയും ചെയ്തു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.